ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്ന പലഹാരം മുതിര ചേർത്തുകൊണ്ടുള്ളൊരു മുന്തിരി കൊത്താണ്. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു 150 ഗ്രാം മുതിരയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. ചൂടായാൽ ഉടൻ തന്നെ നമുക്ക് മുതിര ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് മുതിര ഒന്ന് വറുത്തെടുക്കണം. പയറിന് പകരമായിട്ടാണ് ഞാനിപ്പോൾ മുതിര ചേർക്കുന്നത്. മുതിര ചേർത്തുകൊണ്ടുള്ള മുന്തിരി കൊത്ത് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണിത്. നല്ല ചുവന്ന കളറാകുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അതിപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തണുക്കാൻ വെക്കാം. തണുത്തതിന് ശേഷം ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ ഒരു 8-9 ഏലക്ക കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തരിതരിപ്പോടെ പൊടിച്ചെടുക്കണം. മുതിരപ്പൊടി ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. ഇത് ഒരു അരമുറി തേങ്ങ ചിരവിയതാണ്. അത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. തേങ്ങയെല്ലാം പെട്ടെന്ന് നമുക്ക് വറുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1 സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തേങ്ങ വറുത്തെടുക്കാൻ പറ്റുന്നതാണ്. തേങ്ങയും നമുക്ക് ചുവന്ന കളറാകുന്നത് വരെ ഒന്ന് വറുത്തെടുത്ത് മാറ്റി വയ്ക്കാം. ഞാനിപ്പോൾ 1 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. മുതിര എത്രയാണ് എടുത്തിട്ടുള്ളത് അതേ അളവിൽ തന്നെയാണ് ശർക്കര എടുത്തിട്ടുള്ളത്. അത് നമുക്ക് പാനിയാക്കി മാറ്റി വെച്ചേക്കാം. ഇനി നമുക്ക് എല്ലാം കൂടി ഒരേ പാത്രത്തിലാക്കാം. ആദ്യം മുതിര പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം തേങ്ങ വറുത്തത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പാനിയാക്കി വെച്ചിരിക്കുന്ന ശർക്കരയാണ്. അത് ചെറിയ ചൂടോട് കൂടി തന്നെ ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ബാക്കി ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം. കൈകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ചെറു ചൂടിൽ തന്നെ നമുക്ക് ഉരുളകൾ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ എല്ലാ ഉരുളകളും തയ്യാറാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കേണ്ടത് മാവാണ്. അതിനായിട്ട് ഞാനിപ്പോൾ 1 കപ്പ് അരിമാവ് എടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കളറിനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്ന 1/2 സ്പൂൺ വീതം മൈദ മാവാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് മാവ് കട്ട കെട്ടാതെ തന്നെ കലക്കിയെടുക്കണം. ഇപ്പോൾ മുക്കി പൊരിക്കാനുള്ള മാവും തയ്യാറായിട്ടുണ്ട്. ചട്ടിയിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഓരോ ഉരുളയും മാവിൽ മുക്കി പൊരിച്ചെടുക്കാം. ഇത് വളരെ ടേസ്റ്റിയും വെറൈറ്റിയുമായിട്ടുള്ളൊരു മുന്തിരിക്കൊത്തിൻ്റെ റെസിപ്പിയാണിത്. ഒരു ഭാഗം വെന്ത ഉടനെ തന്നെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് എല്ലാ ഉരുളകളും ഇതുപോലെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. മുതിരയൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവർക്ക് നമുക്ക് ഇതുപോലെ പലഹാരങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മുതിര കൊണ്ടുള്ള മുന്തിരിക്കൊത്തൊക്കെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസും എന്നെ അറിയിക്കുക.